നമ്മൾ നമ്മുടെ പെങ്ങളുടെ വീടായ വയനാട് കാട്ടിമൂലയിലുള്ള വീട്ടിൽ പോയതാണ്. അപ്പോൾ അവിടുത്തെ പപ്പ പറഞ്ഞു പപ്പയ്ക്ക് ഒരു തേയിലക്കുന്നുണ്ട്, അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങളെയും കൂടെ കൂട്ടി പോയതാണ്. പപ്പ വന്നില്ല കേട്ടോ, അത് കുന്നുണ്ട് കുറച്ച് കയറാനായിട്ട്. അപ്പോൾ പപ്പ ഞങ്ങൾക്ക് പോകാനുള്ള ഇതും എല്ലാം പറഞ്ഞു തന്നു. പിന്നെ അബി ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടില്ല, അബിക്കറിയാലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നടന്നു, ഞങ്ങളും കുഞ്ഞുമക്കളും 6 പേരും കൂടെ നടന്നു പോയതാണ് അങ്ങോട്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ്. എല്ലാ വീട്ടിലും ചെടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് മാനന്തവാടിയിൽ മമ്മിയുടെ വീടും ഒക്കെ ഉള്ളത്. അപ്പോൾ നല്ല രസമാണ്, എല്ലായിടത്തും പൂക്കളും ഒക്കെയാണ്. അപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ കയറി അങ്ങനെ പോയതാണ്. ഡെയിലി കാണുന്നോണ്ട് അബിക്ക് എനിക്ക് വലിയ വ്യൂ ഒന്നും തോന്നുന്നുണ്ടാവില്ല. ഞാനിങ്ങോട്ട് വന്നിട്ട് കാലങ്ങളായി. പണ്ട് തേയില എടുത്തോണ്ടിരുന്നപ്പോ ചായ കൊടുക്കാനായിട്ടൊക്കെ അങ്ങനെ വരുന്നല്ലേ, ചോറ് കൊണ്ടുപോകാനായിട്ടൊക്കെ. നാല് പേര് നടന്ന് ക്ഷീണിച്ച് വരുന്നുണ്ട്. മെല്ലെ ഇസക്കുട്ടി അബീന്റെ തോളയിലായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആയത്. ഇതിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ല നിരന്ന സ്ഥലമാണ്. ഇതുകൊണ്ട് ഇങ്ങനെയുള്ള തളിര് ഒരു 2 ഇലയും കൊമ്പും ആകുമ്പോഴാണ് ഇവര് പറിച്ചെടുക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്ത് പോവുകയെന്ന്. മുന്നേയൊക്കെ ഇങ്ങനെ നുള്ളി എടുക്കുമായിരുന്നു, ഇപ്പം കത്രിക പോലത്തേതും കൊണ്ട് കട്ട് ചെയ്തെടുത്ത് പോവുകയെന്ന്. നന്നായിട്ട് മാസത്തിൽ 2 തവണ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 20 ദിവസം കൂടുമ്പോൾ എന്തായാലും എടുക്കാൻ പറ്റും. അങ്ങനെയല്ലേ ഏവലൂട്ട തേയില ഫാക്ടറി അവർ പറഞ്ഞതല്ലേ, 20 ദിവസം കൂടുമ്പോൾ. 20 ദിവസം കൂടുമ്പോൾ. ഏവലൂട്ടം കഴിഞ്ഞ ദിവസം പോയായിരുന്നു സ്കൂളിൽ നിന്നല്ലേ. ആദ്യം കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ ഇത്. ഇപ്പം പക്ഷെ ഇതിന്റെ മുകളിൽ നിരപ്പ് 1 ഏക്കറൊന്നും ഇല്ലല്ലോ, ഇത് 1/2 ഏക്കറിലേ ഉണ്ടാവുള്ളൂ. ഇത് നിരപ്പ് ഭാഗം, നിരന്ന ഭാഗം. നിരന്ന ഭാഗം 1/2 ഏക്കർ കഷ്ടിയേ കാണുള്ളൂ. കഷ്ടി ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മള് താഴെ തൊട്ട് ഇവിടെ ഒരു 1.5 ഏക്കർ അല്ലേ, കൂടുതൽ ഭാഗവും കുത്തിനുള്ള കയറ്റം തന്നെയാ. ആ റോഡും ഇവിടെ മുതൽ റോഡ് വരെ നമ്മുടെ സ്ഥലം തന്നെ ആണോ? പക്ഷെ കേറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. കേറി വന്ന് ഇവിടെ ഒരു നിരപ്പിൽ എത്തുമ്പോഴത്തേക്ക് മനുഷ്യൻ മടുത്തു. എനിക്ക് തോന്നി ഇവര് തേയിലക്കാരിങ്ങനെ ഇതിന്റെ ഇടക്കൂടെ അല്ലേ പോകുന്നല്ലേ, അങ്ങനെ വന്ന് പ്രശ്നമില്ല. പക്ഷെ ഇത് ചപ്പ എടുത്ത് ഇറങ്ങുന്നവർക്ക് പാടാ. ഓരോ തവണയും ചപ്പ നിറയുന്നതനുസരിച്ച് താഴെ കൊണ്ടിട്ട് തിരിച്ചു കയറി വന്ന് വീണ്ടും എടുത്തോണ്ട് പോകുന്നത് അത് നല്ല ബുദ്ധിമുട്ടാ. എടുത്തോണ്ട് പോകുന്നവർക്ക് മേലെ കയറി വരുന്ന ഒരു പാടേ ഉള്ളൂ, പിന്നെ എടുത്തെടുത്ത് ഇറങ്ങുമല്ലേ, അപ്പൊ അത്രയും വിഷമം തോന്നൂല. പക്ഷെ തേയില കൊണ്ടിടുന്നവർക്കാണ്. ഇതിപ്പോ എടുക്കാറായതാ തേയില? ഇല്ല, ഇപ്പൊ എടുക്കാറായിട്ടില്ല. ഇപ്പൊ എടുത്തിട്ട് അധികം ആയിട്ടില്ല. ഇത് ഇതിലും കുറച്ചും കൂടെ ആകുമ്പോഴാണ് ഇവരടിക്കുന്നത്. അപ്പൊ എല്ലാം ഏകദേശം ഒരേ, നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നോണ്ട് അടുത്ത മുളയെല്ലാം ഏകദേശം ഒരേ ടൈമിലാ വരുന്നു ആകുന്നേ. പണ്ടൊക്കെ ഇങ്ങനെ ഓരോ 2 ഇലയും ഒരു കൂമ്പ് അനുസരിച്ച് നുള്ളി എടുക്കുമായിരുന്നു. ഇപ്പൊ എല്ലാരും കത്രികയും കൊണ്ട് അടിക്കും. ഓരോന്നും നുള്ളി എടുക്കാൻ താമസമല്ലേ. ഇപ്പൊ കത്രികയും കൊണ്ട് അടിക്കുമ്പോൾ ഏകദേശം ഒരേ ഇതില് കിട്ടും. അതിനകത്ത് വല്ലാണ്ട് മൂത്ത ചപ്പൊക്കെ വേണ്ടെങ്കിൽ അങ്ങ് പെറുക്കി മാറ്റും. അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാരും കത്രികയും കൊണ്ട്. 22 നേരത്തെ 12 ഓരോ സമയത്ത് ഓരോ വിലയാ, എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ഒത്തിരി ചപ്പ ഉണ്ടാകുന്ന സമയത്ത് വില കുറയും. മഴക്കാലത്തൊക്കെ വില കുറയോ? ഒത്തിരി നല്ല മഴക്കാലത്ത് അങ്ങനെ എടുക്കുന്നില്ല. നല്ല വേനലിലും ചപ്പ കുറവായിരിക്കും. അത് കഴിഞ്ഞ് മഴ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ്. ഇവിടെ നല്ല വ്യൂ ആ. ആഹാ, അതിന്റെ വ്യൂ നോക്കിയേ. ഇത് ചെടി നട്ടപ്പോ ഇതിന്റെ ഒരു തണല് കിട്ടാൻ വേണ്ടിട്ട്, പിന്നെ ഇതിന്റെ അകത്ത് കൊടിയിട്ട് കൊടുത്താല് പിന്നെ ഒരു ഇടവിളയായിട്ട് ചെയ്യാലോ. ഇല വെട്ടിക്കളയുന്ന ഇതിനകത്ത് ചോല പാടില്ല. അല്ല പിന്നെ ഇത് ഇങ്ങനെ വീഴും. ഇങ്ങനെ ഇല വീണ് കഴിഞ്ഞിട്ട് മേലെ വീണ് കഴിഞ്ഞിട്ട് മഴയും കൂടെ പെയ്ത് ഇതിങ്ങനെ എടുത്തിട്ട് ഇത് ചീയും. അതുകൊണ്ടാണ് അതങ്ങനെ വെട്ടി വൃത്തിയാക്കി വെക്കുന്നത്. മഴക്കാലം കഴിയുമ്പോൾ വെട്ടും. മഴയാകുമ്പോഴേക്കും തഴുക്കൂലോ, മഴക്കാലം കഴിയുമ്പോഴേക്കും വെട്ടും. അല്ല ശരിക്കും അവർക്ക് കൊടുക്കുന്നതൊക്കെ നല്ലതേ. നമുക്കൊരു ബംഗാളിയെ ഇവരെ കിട്ടിയെങ്കിലേ സ്ഥിരമായിട്ട് എടുക്കണം. സ്ഥിരമായിട്ട്
എടുത്താ പോരെ ഇത് നല്ല വിലയില്ല ഇപ്പം അല്ലേ ഇപ്പൊ വിലയുണ്ട് 12 രൂപ കിട്ടുവാണ് ഒക്കെയില്ല. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ 22 ഇപ്പൊ 22 ഉണ്ട്. നമുക്ക് മാസത്തിൽ ഒരു 2 പ്രാവശ്യം എടുക്കല് വരുന്നുള്ളൂ. അവര് പല പല ഇപ്പം നമ്മുടെ എടുത്തേക്കുന്ന ആൾക്ക് പല പല സ്ഥലത്ത് അവർ തോട്ടങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് സ്ഥിരമായിട്ട് അവർക്ക് പണി കൊടുക്കാൻ പറ്റും. തന്നെയല്ല നമ്മൾ ഒരു ആള് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അത്രയും ദിവസം അടുത്ത ആള് അവര് വേറെ എന്തെങ്കിലും പണിക്കോ പിന്നെ നമ്മൾ അവരെ തപ്പി നടക്കാൻ നമുക്ക് പറ്റുമല്ലോ. അവർക്ക് സ്ഥിരമായിട്ട് എടുക്കുന്ന പണിക്കാരാണ് അവര്. അപ്പം അയാൾ ഇതേപോലുള്ള പല പല തോട്ടങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു തോട്ടത്തിൽ കഴിയുമ്പോൾ അവർക്ക് അടുത്ത തോട്ടം എടുക്കാനാകും. അങ്ങനെ പല പല സ്ഥലത്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആദ്യത്തെ എടുക്കുന്നിടത്താകും. അപ്പൊ അവർക്കത് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് നിൽക്കുന്നവർ അയാൾ സ്ഥിരമായിട്ട് നിർത്തും. നമ്മൾ ഒരു മാസത്തിൽ ഒരു 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രം നിർത്താനായിട്ട് പറ്റും. തന്നെയല്ലേ നമുക്ക് പങ്കാളികളില്ലല്ലോ. നമുക്ക് ഇവിടുത്തെ ആദിവാസികളാണ് വരുന്നത്. അവർക്ക് പിന്നെ അവർക്ക് ചപ്പെടുക്കാൻ അറിയാം. പക്ഷെ അവർക്ക് ഡെയിലി കൂലിയല്ലേ. ഡെയിലി കൂലിയും ഭക്ഷണം എല്ലാം കൂടെ വരുമ്പോൾ 10-700 രൂപ വരും ഒരാൾക്ക്. ഏറ്റവും കുറവ് ഈ ബംഗാളികൾ എടുക്കുന്ന തൂക്കത്തിനാണ്. തൂക്കത്തിനാ പൈസ. അപ്പൊ അവർ നന്നായിട്ട് എടുക്കും. അവർക്ക് 1 കിലോ തൂക്കം കൂട്ടിയാൽ അത്രയും പൈസ കിട്ടൂലേ. ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് മെല്ലെ എടുത്താലും വൈകുന്നേരം ആകുമ്പോൾ ഇവർക്ക് കൂലി കിട്ടും. നമ്മൾ കൊടുക്കുന്ന ഒരു ദിവസത്തെ കൂലി എത്ര ചപ്പ് കുറവാണേലും കൂടുതലാണേലും ആ പൈസ. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോത്തിന് ഇത്ര എന്ന് പറയുമ്പോൾ അവർ എത്ര മാക്സിമം എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കും. ഇതെടുക്കുന്ന എല്ലായിടത്തും അന്നേരം അവർക്ക് ഓണർ കൂടെ വേണ്ട ഒന്നും വേണ്ട. അവർ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യും. എത്ര പണിക്കാരുണ്ടെങ്കിലും കുഴപ്പമില്ല. അവരിപ്പോ മാക്സിമം എടുത്ത് പെട്ടെന്ന് ചപ്പാക്കാനേ നോക്കുള്ളൂ. നമ്മുടെ ഇവിടെ ആരും അങ്ങനെ കൂലി ഇതെടുക്കില്ല. 1.30 ഒക്കെ എടുക്കും ഒരാളെടുക്കും. പക്ഷെ നമുക്ക് എഴുതുന്ന പണിക്കാര് 40 കിലോ 30 കിലോ ഒക്കെ എടുക്കുള്ളൂ കൂലിക്ക് വരുമ്പോ. അതാണ് വ്യത്യാസം. പിന്നെ പൊതുവെ ഹിന്ദിക്കാർക്ക് എല്ലാ പണിക്കും സ്പീഡ് കൂടുതലാ. അതിലെ നമ്മള് പിന്നെ ആ അപ്പുറത്തെ വലിയ കുരിശ് ഒരു പള്ളി ഉണ്ടോ അങ്ങ്, അതാണ് നമ്മൾ അതിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ 43 പോണ റോഡ്. ആ സൈഡിൽ ആ പള്ളിന്റെ സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. 41 കയറി വരുന്നില്ലേ പള്ളി. ആ പള്ളി അത് ആ മെറ്റത്തേലുണ്ടോ അത്. അത് ആസാം ബ്രൂക്കിന്റെ ടി എസ്റ്റേറ്റ് തലപ്പുഴ അവിടെ നിന്ന് കാണുന്നില്ലേ. ആസാം ബ്രൂക്ക്. ഇപ്പൊ അതിന്റെ പേര് മാറ്റിയോന്ന് അറിയത്തില്ല. അത് പണ്ടതായിരുന്നു. അങ്ങണ്ട് ഒരു ഇതുണ്ട്. അതതിന്റെ ഫാക്ടറിയാ. അതത് ഇത് നട്ട സമയത്ത് ഇത് നമ്മളെ കശുമാവായിരുന്നല്ലോ. ഇങ്ങനത്തെ കശുമാവായിരുന്നു ഫുള്ള്. ഇത് എന്നിട്ട് പിന്നെ മൊത്തം മുറിച്ച് മാറ്റി കളച്ച് ഈ ചെടി നട്ടില്ലേ. ചെടി നട്ടപ്പം ചാക്കും കൊണ്ട് വന്നാ കൂട് പറിച്ചോണ്ടിരുന്നേ മഴക്കാലത്ത്. കൂണ് എന്തോ ഒരു കൂണായെന്നറിയോ. മണ്ണളകി കഴിഞ്ഞപ്പോ 1 കൊല്ലം നമ്മൾ കൂട്ടി എടുത്തല്ലേ ഷാനി. അത് നമ്മൾ ഇവിടുന്നും അവിടുന്നും പുല്ല് എത്താൻ പോകുമ്പോ കൂണ് അത് എന്തോരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്ന 1-2 പാവക്കൂണൊന്നും അല്ല. ഇവിടെ വെട്ടിക്കൂണെന്ന് പറയും. വെട്ടിക്കൂണ് പാവക്കൂണ് ഒക്കെ ആയിട്ട് ഓരോ ദിവസം ഇഷ്ടം പോലെ കൂണ്. അവസാനം മടുത്തു. ഇപ്പൊ ഉണ്ടാവില്ല. ഇവിടെ കളനാശിനി അടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ കൂടുണ്ടാവില്ല. പിന്നെ പന്നി കയറിയിട്ട് ഇളക്കി പന്നി വരും. ഇവിടെ അവിടെ പിന്നെ ഇവിടെ ചുറ്റോട് ചുറ്റും കാടല്ലേ. കാട് എന്ന് പറഞ്ഞാൽ കാടല്ല, പക്ഷെ അങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന സ്ഥലമല്ലല്ലോ. പന്നി വരും. പന്നി, മയില്. ഇത് കിട്ടിയില്ല നമുക്ക്. പക്ഷെ മയിൽ ഇവിടെ ഇഷ്ടം പോലെ കാണാം. നമുക്ക് വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ മയിൽ കുന്നേ കൂടെ മിക്ക ദിവസം പോകുന്നതാണ്. നമ്മുടെ കോഴി ഫാമില്ലേ, അതിന്റെ മേലെ ഒരു മരത്തിന്റെ ചോട്ടില് 2 മുട്ട ഇട്ടിട്ട് മയില് അടയിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് കുഞ്ഞു വരുമ്പോ നോക്കാന്നൊക്കെ വിചാരിച്ചിരുന്നേ. പക്ഷെ അത് പട്ടി എടുത്തോണ്ട് കള്ളപ്പട്ടി വന്നിട്ട്. ഇത്ര വലിയ മുഴുത്ത മുട്ട. നമ്മുടെ താറാമുട്ടനേക്കാൾ മുഴുപ്പുണ്ട് മയിലിന്റെ മുട്ടയ്ക്ക്. ഇച്ചിരി മൂത്ത് പോയി. കുറച്ച് പിഞ്ചായിരിക്കണായിരുന്നു. ഏതെങ്കൂട്ടന്റെ മൂക്ക് അതിന് ഫിറ്റ് കറക്റ്റാ അല്ലേ. ഇപ്പൊ മീനു വാ, അന്റെ കയ്യെ പിടിച്ചോ. ഇവ നിക്ക് ഭയങ്കര ശരിയാണല്ലോ.
ഇവിടെ എവിടെങ്കിലും നേരെ ആയിട്ടുള്ള സ്ഥലമുണ്ടോ?